പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും സൗഖ്യത്തോടെ ക്ഷേമത്തോടെ ആയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ. ഇന്ന് അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് കൊളോഷ്യൻസ് ചാപ്റ്റർ 3 വേഴ്സസ് 23 ആൻഡ് 24. കൊലോസ്യർ 3-ാം അധ്യായത്തിൻ്റെ 23-ഉം 24-ഉം വാക്യങ്ങൾ. നിങ്ങൾ ചെയ്യുന്നതൊക്കെയും മനുഷ്യർക്കെന്നല്ല കർത്താവിനെന്ന പോലെ മനസ്സോടെ ചെയ്യുവിൻ. അവകാശമെന്ന പ്രതിഫലം കർത്താവ് തരുമെന്നറിഞ്ഞ് കർത്താവായ ക്രിസ്തുവിനെ സേവിപ്പിൻ. എൻ്റെ പ്രിയപ്പെട്ടവരോർക്കും എന്തുകൊണ്ടാണ് ഞാൻ ഈ വാക്യം, ഈ ഫാമിലി ലൈഫ്, നമ്മുടെ മാരേജ്, അതിനെ സംബന്ധിച്ച് പറയുന്നത്. ആ 23-ാമത്തെ വാക്യം ഒന്ന് ശ്രദ്ധിച്ചേ. നിങ്ങൾ ചെയ്യുന്നതൊക്കെയും, ഒക്കെയും എന്നുള്ളത് എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ. ഇപ്പോൾ ഇഷ്ടമില്ലാതെ ചെയ്യുന്നതായിരിക്കും, ഇപ്പോൾ ഇഷ്ടമില്ലാതെ അഡ്ജസ്റ്റ് ചെയ്യുന്ന ചില കാര്യമായിരിക്കും. പക്ഷേ അതൊക്കെയും എന്ത് ചെയ്താലും പ്രിയ ദൈവത്തിലെ മനുഷ്യർക്കെന്നല്ല കർത്താവിനെന്ന പോലെ മനസ്സോടെ ചെയ്യുവാൻ നമുക്കൊരു കൃപ ലഭിക്കണം. പ്രൈസ് ഗോഡ്. നമ്മൾ സഭാപ്രസംഗം വായിക്കുമ്പോൾ നാം അതിനകത്ത് കാണുന്നൊരു കാര്യമാണ്, ഒരു വാക്കാണ് വാനിറ്റി, അല്ലേ? കാണുന്നതെല്ലാം മായ മായ മായ. ചിലപ്പോൾ നമുക്കറിയത്തില്ല എന്തിനാണ് ഇങ്ങനെ എഴുതിയിരിക്കുന്നതെന്നല്ലേ, ആരാ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, എന്തുകൊണ്ടാണ് ശലോമോൻ രാജാവ് ഇങ്ങനെയൊക്കെ വിചാരിച്ചത്, ശലോമോൻ രാജാവ് തന്നെയാണോ ഇതിൻ്റെ ഓതർ? ഞാൻ എൻ്റെ കാര്യമാണ് പറയുന്നത്. നമുക്ക് ചിലപ്പോൾ സംശയം തോന്നും. ശലോമോൻ രാജാവിന് എല്ലാം ഉണ്ടായിരുന്നു. ഒരു വ്യക്തിക്ക് എന്തൊക്കെ കാര്യങ്ങൾ ജീവിതത്തിൽ ആവശ്യമാണോ അതെല്ലാം തൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു. ധാരാളം പണമുണ്ടായിരുന്നു, പ്രശസ്തി ഉണ്ടായിരുന്നു, ശക്തി ഉണ്ടായിരുന്നു. ഹിസ്റ്ററിയിൽ, ചരിത്രത്തിൽ നമ്മൾ കാണുന്ന പലരെ കഴിഞ്ഞും തനിക്ക് വലിയ സ്റ്റാറ്റസ് ഉണ്ടായിരുന്നു. അവന് കിട്ടിയിരിക്കുന്നത് പോലെ, ഞാൻ പറയട്ടെ, അവാർഡുകൾ കിട്ടിയ വേറെ ആരും കാണത്തില്ല. പ്രൈസ് ഗോഡ്. താൻ തന്നെയാണ് എല്ലാം ഉണ്ടാക്കി എന്ന ഒരു വിചാരം തനിക്കുണ്ടായിരുന്നു. പക്ഷെങ്കിൽ തൻ്റെ ജീവിതാന്ത്യത്തിൽ തൻ്റെ എല്ലാ ഹാർഡ് വർക്കിനെയും തൻ്റെ എല്ലാ അക്കംപ്ലിഷ്മെൻറ്റ്സിനെയും നോക്കുമ്പോൾ തനിക്ക് ഒരു വളരെ ഹാർഷായിട്ടുള്ളൊരു റിയലൈസേഷൻ വന്നു. അതെന്നാന്നറിയാമോ? നത്തിങ് ലാസ്റ്റ് ആൻഡ് എപ്പാർട്ട് ഫ്രം ഗോഡ് ഇറ്റ്സ് ഓൾ മീനിങ്ലെസ്. ദൈവത്തെ കൂടാതെയുള്ള സകലതും വ്യർത്ഥമാണ്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. നമ്മുടെ കൾച്ചർ അനുസരിച്ച്, കൾച്ചർ നമ്മളെ പഠിപ്പിക്കുന്നത് എന്നാന്ന് വെച്ചാൽ, നമ്മുടെ പ്രത്യാശയൊക്കെ പലപ്പോഴും നമ്മുടെ സ്റ്റാറ്റസിനെയും നമ്മുടെ സമ്പത്തിനെയും ഒക്കെ ആശ്രയിച്ചായിരിക്കും. എന്നിരുന്നാൽ പോലും പലരും ശലോമോനെ പോലെ അവരുടെ ജീവിതത്തിൻ്റെ അവസാനം വരുമ്പോൾ അവർ തന്നെ തോന്നും അവർ വെറും ശൂന്യമായ അവസ്ഥയിലാണെന്ന്. ഇങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, അതിനൊരു റെമഡി വേണമല്ലോ. ഒരു ലക്ഷ്യത്തോടെ, ഒരു പേർപ്പസോടെ, ഒരു അർത്ഥവത്തായ മീനിങ് ലൈഫ് ലീഡ് ചെയ്യണം നമുക്ക് എങ്ങനെ കഴിയും? നമ്മുടെ ജീവിതത്തെ എണ്ണപ്പെട്ടതായി തീർക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സഭാപ്രസംഗിയുടെ അവസാനം വരുമ്പോഴാണ് നമുക്കത് മനസ്സിലാകുന്നത്. ദൈവത്തെ കൂടാതെയുള്ള ജീവിതം അർത്ഥശൂന്യമാണെന്ന്. പ്രൈസ് ഗോഡ്. നമ്മെ ഓരോരുത്തരെയും സംബന്ധിച്ച് നമ്മുടെ ജീവിതത്തിലെ ജയങ്ങളും നമ്മുടെ ജീവിതത്തിൽ നാം നേടിക്കൂട്ടിയ അവാർഡുകളും ഒന്നും നമ്മെ നിത്യതയിൽ എത്തിക്കത്തില്ല. നമ്മുടെ കുടുംബജീവിതത്തിൽ നാം എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാലും അത് ദൈവത്തിൻ്റെ ഹിതപ്രകാരമല്ലെങ്കിൽ, നമ്മുടെ ആ റിലേഷൻഷിപ്പിൽ നാം ഒരു പേർപ്പസ് കണ്ടില്ലെങ്കിൽ, യേശു കർത്താവുമായ ഒരു അടുപ്പവും അവന് വേണ്ടി ജീവിക്കുന്നൊരു ജീവിതവും നമ്മുടെ ജീവിതത്തിലില്ലെങ്കിൽ സകലവും വ്യർത്ഥം. അതുകൊണ്ട് ഞാൻ പറയട്ടെ, കുടുംബജീവിതം നയിക്കുന്ന സകലരോടും ഞാൻ പറയട്ടെ, കുടുംബമായി, കൂട്ടാളിയുമായി, കുഞ്ഞുങ്ങളുമായി എല്ലാം ഒരു ഇറ്റേണൽ സക്സസ്, ഈ വേൾഡ്ലി സക്സസ്സിനെ കഴിഞ്ഞ് ഉപരി പ്രാപിച്ചെടുക്കുവാൻ തക്കോണം ദൈവസന്നിധിയിൽ സമർപ്പിച്ചു കൊടുക്കുവാനൊന്ന് കഴിയുമോ? തീർച്ചയായും ദൈവമക്കളെ കഴിയണം. അതിനുവേണ്ടി ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുക. അങ്ങനെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ജീവിതത്തിൽ മുറിവുകളൊക്കെ ഉണ്ടായി എന്നിരിക്കും. കഴിഞ്ഞ കാലങ്ങളിൽ പറ്റാത്ത പോലെയുള്ള ചില മുറിവുകൾ വന്നെന്നിരിക്കും. സമയം അതിനെ ഒന്നും ഹീൽ ചെയ്തില്ല എന്നും ഇരിക്കും.
നമ്മൾ പറയത്തില്ല കാലം കഴിയുമ്പോൾ അതൊക്കെ നമ്മളങ്ങ് മറക്കുമെന്ന്. ഇല്ല, പ്രസൻറ്റ് സിറ്റുവേഷനിൽ എങ്ങനെ ഒരു കാര്യം നടക്കുന്നത് നമ്മൾ ഓർക്കുന്നു, അതുപോലെ ചിലപ്പോൾ ചില വിഷയങ്ങൾ ഓർക്കേണ്ടി വരും. നമ്മൾ വളരെ സത്യസന്ധതയോടെ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തെ ഒന്ന് നോക്കുകയാണെങ്കിൽ, നമ്മുടെ സോഷ്യൽ കണ്ടീഷനെ ഒന്ന് നോക്കുകയാണെങ്കിൽ വാസ്തവമായി അതെങ്ങനെ ഇരിക്കുന്നു. അപ്പനില്ലാതെ വളരുന്നൊരു കുടുംബത്തിലെ ഫാമിലി ട്രോമ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളവർ ചിലപ്പോൾ എന്നെ കേൾക്കുന്നുണ്ടായിരിക്കും. ജനറേഷണൽ വൂൺസ് ഹൃദയത്തിൽ വന്നിട്ട് കറുത്ത ചില ഓർമ്മകൾ അതുമായി മുന്നോട്ട് ജീവിക്കുന്നവർ കാണുമായിരിക്കും. ഞാൻ പറയട്ടെ, ഇതൊന്നും വലുതായി കാണാതെ വണ്ണം തിരുവചനം എന്തു പറയുന്നു എന്നുള്ളത് നാം നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. നമ്മുടെ കർത്താവ് നീതിമാനാണ്, അവൻ നമ്മെ ശിക്ഷിക്കാതെ വിടുകയില്ല. ഇതെല്ലാം സത്യമാണെങ്കിൽ പോലും അവൻ്റെ സ്നേഹവും അവൻ്റെ കമ്പാഷനും നമ്മൾ പാപം വിട്ട് വേർതിരിയുമ്പോൾ, നാം റിപ്പൻറ്റ് ചെയ്യുമ്പോൾ അവൻ എന്തെല്ലാം ബ്ലെസ്സിങ്സ് നമുക്ക് പ്രോമിസ് ചെയ്തിട്ടുണ്ടോ അതെല്ലാം നമുക്ക് തന്നിരിക്കും. അതിനുവേണ്ടി ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുവാൻ നിങ്ങളിൽ എത്ര പേർക്ക് കഴിയും? പ്രൈസ് ദ ലോർഡ്. നമ്മൾ ഫ്രീ ആയിട്ട് ജീവിപ്പാൻ നമുക്കറിയാം, യാക്കോബ് മല്ല് കെട്ടിയ അനുഗ്രഹം പ്രാപിച്ചു. കഴിഞ്ഞൊരു ദിവസം ഞാനിങ്ങനെ ഒരു വ്യക്തിയോട് പറയുമായിരുന്നു, നമ്മുടെ ജീവിതത്തിൽ മുള്ളും നമ്മുടെ ജീവിതത്തിൽ ഉളുക്കും ഒക്കെ സംഭവിച്ചു കാണും. പഴയ നിയമത്തിൽ നാം നോക്കുമ്പോൾ ഉളുക്കു പ്രാപിച്ച യാക്കോബിനെ നമുക്ക് കാണാം. പുതിയ നിയമത്തിൽ നാം നോക്കുമ്പോൾ ഒരു ശൂലം, ഒരു മുള്ള് വഹിച്ചുകൊണ്ട് നടന്ന പൗലോസിനെ കാണാം. പക്ഷേ യാക്കോബാരായി തീർന്നു. പ്രൈസ് ഗോഡ്. ഇസ്രയേലായി മാറി, 12 ഗോത്രങ്ങളുടെ പിതാവായി മാറി. ഇന്നും നാം എന്തെല്ലാം കാര്യങ്ങൾ യാക്കോബിൽ നിന്ന് പഠിക്കുന്നു. അതിശ്രേഷ്ഠനായ അപ്പോസ്തലനായിരുന്നു പൗലോസ്. എന്നാൽ ഇവരുടെയും ജീവിതത്തിലില്ലായിരുന്നു. ഇന്ന് രാവിലെ കാലം എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്ന, ദൈവം എന്തൊക്കെ മുള്ളുണ്ടെങ്കിലും എന്തൊക്കെ ഉളുക്കുണ്ടെങ്കിലും നമ്മളെ ഒരിക്കലും അവന് ഒറ്റയ്ക്ക് വിടത്തില്ല. പ്രൈസ് ഗോഡ്. നാം ദൈവസന്നിധിയിൽ മല്ല് പിടിച്ച്, പ്രാർത്ഥനയിൽ മല്ല് പിടിച്ച്, യുദ്ധം ചെയ്ത് നാം നിൽക്കുമ്പോഴുണ്ടല്ലോ, പ്രൈസ് ഗോഡ്, നമ്മെ ദൈവത്തിൻ്റെ ഉദ്ദേശപ്രകാരം ആക്കി തീർക്കുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവത്തിന് കഴിയും. നമ്മുടെ ദൈവം ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യന. ഹീസ് അവർ കോൺസ്റ്റൻറ്റ്, അവർ റോക്ക്. അതുകൊണ്ട് എന്തെല്ലാം ട്രയൽസ് വന്നാലും ആ കഷ്ടങ്ങളുടെയൊക്കെ നടുവിൽ നമ്മുടെ അടിസ്ഥാനത്തെ നാം സൂക്ഷിച്ചോളണം. നാം എവിടെയാണ്, ഏത് ഉറപ്പുള്ള പാറമേലാണ് നാം നിൽക്കുന്നതെന്നുള്ള ഒരു ബോധ്യം നമുക്ക് വേണം. സങ്കീർത്തനത്തിൽ സംഗീതക്കാരൻ പറയുന്നുണ്ട്, അവൻ യുദ്ധത്തിനായി പോരിനായി എൻ്റെ വിരലുകളല്ല, യുദ്ധത്തിനായി എൻ്റെ കൈകളെയൊക്കെ അഭ്യസിപ്പിക്കും. നമ്മുടെ കൈകളെയും വിരലുകളെയും യുദ്ധത്തിനും പോരിനും ഒക്കെ ആയിട്ട് അവൻ അഭ്യസിപ്പിക്കും. ഈ ലോകത്തിൽ ജീവിച്ച ജയത്തോടെ നമ്മൾ ജീവിപ്പാൻ ആവശ്യമാകുന്ന സകലതും നമ്മെ പഠിപ്പിക്കുന്ന ഒരു ദൈവമാണ്. പ്രൈസ് ഗോഡ്. അതുകൊണ്ട് പ്രത്യാശ കൈവിടരുത്. നമ്മുടെ ഫൗണ്ടേഷൻ ഫേം ആയിരിക്കണം. രാജാതിരാജാവായ കർത്താവിൻ്റെ ആ കൃപ ഈ തകർന്ന ലോകത്തിൽ എത്ര ടെംപ്റ്റേഷൻ വന്നാലും അതിനെ ഫേസ് ചെയ്തുകൊണ്ട് പുറകോട്ട് പോകാതെ, തോറ്റു പോകാതെ ജീവിപ്പാൻ ആവശ്യമാകുന്ന കൃപ അവൻ തരും. ഈ ഒരു വർഷം നോക്കിയാൽ തന്നെ നിങ്ങൾ ഓരോരുത്തരും, ഈ വർഷം തുടങ്ങി ഇത്രയും മാസങ്ങളെ ആയിട്ടുള്ളൂ, പക്ഷേ ഏതെല്ലാം അല്ലേ, ദിസ് ഇയർ ഹാസ് കം വിത്ത് ആൻ അബണ്ടൻസ് ഓഫ് ന്യൂ ചലഞ്ചസ് അല്ലേ. വി ഹാവ് ഓൾ ഫെൽറ്റ് ഇൻ അവർ ഓൺ വേസ് ആസ് ഇഫ് വി വർ ഡ്രൗണിങ്. പ്രൈസ് ഗോഡ്. നമ്മൾ മുങ്ങിപ്പോവാൻ തോന്നും. എന്നാൽ ഓർത്തോണേ, പ്രൈസ് ഗോഡ്, സഫർ ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? പ്രത്യാശയില്ലാത്തത് കൊണ്ടാണ്. ഹല്ലേലൂയ. അപ്പോൾ ചെയ്യുന്നതൊക്കെ കർത്താവിനെന്ന പോലെ ചെയ്തുകൊണ്ട് ജീവിതത്തിൻ്റെ പ്രതികൂലങ്ങളുടെ മധ്യത്തിൽ ഡെസ്പറേറ്റായി തീരാതെ വണ്ണം വിക്ടറി നമ്മുടെ അവകാശമെന്ന് വിചാരിച്ച് കർത്താവ് നടത്തുന്നതെല്ലാം നമ്മെ തികവെങ്കിലേക്കാണെന്ന് ഉറച്ചുകൊണ്ട് ജീവിപ്പാൻ ദൈവകരങ്ങളിൽ സമർപ്പിച്ചു കൊടുത്താൽ കർത്താവ് തീർച്ചയായും നമ്മെ സഹായിക്കും. കാരണം അവൻ വിശ്വസ്തന, അവൻ്റെ സ്വഭാവം അവന് ഒരിക്കലും ത്യജിപ്പാനായിട്ട് കഴിയത്തില്ല. പ്രൈസ് ഗോഡ്. അതുകൊണ്ട് ഈ നാളിൽ സംതൃപ്തിയുള്ള ഒരു ജീവിതം നയിക്കണമെങ്കിൽ
നമ്മൾ നോക്കേണ്ടത് കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന പ്രമാണങ്ങളെയാണ്. കർത്താവിൻ്റെ ക്രൂശിനെ നാം ധ്യാനിച്ചു കൊള്ളണം. പ്രൈസ് ഗോഡ്. അങ്ങനെ നാം മുന്നോട്ട് പോകുമ്പോഴുണ്ടല്ലോ പ്രിയ ദൈവമക്കളെ, തോൽവിക്ക് നമ്മുടെ മേൽ ഒരു അവകാശവും ഇല്ലാതായിത്തീരും. അവൻ നമ്മെ സഹായിക്കും. കാരണം അവൻ്റെ ക്ഷമ വലുതാ. നമ്മൾ നിത്യതയിലെത്തുന്നവരെയും നമ്മളെ പൂർണ്ണതയിൽ കാക്കപ്പെടുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, ഞങ്ങൾ ചെയ്യുന്നത് മനുഷ്യർക്കെന്ന പോലെയല്ല, കർത്താവിനെന്ന പോലെ ചെയ്യുവാൻ തക്കവണ്ണം മായയായിട്ടുള്ള അനേക കാര്യങ്ങളുടെ മുമ്പാകെയും ദൈവസന്നിധിയിൽ ഞങ്ങളുടെ ജീവിതം വിലയുള്ളതായി തീരത്തക്കവണ്ണം, ഞങ്ങളുടെ കുടുംബജീവിതം വിലയുള്ളതായി തീരത്തക്കവണ്ണം കർത്താവിനെ അനുസരിച്ച് സേവിച്ച് മാനിച്ച് മുന്നോട്ട് ജീവിക്കാൻ ആവശ്യമാകുന്ന കൃപ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും തെരുമാറാകണം. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഗോഡ് ബ്ലെസ് യു.